മുടിക്ക് കുത്തിപ്പിടിച്ച് അകത്ത് വലിച്ചു കയറ്റിയിട്ട് കാർക്കിച്ച് മുഖത്തൊക്കെ തുപ്പയും ചവിട്ടുകയൊക്കെ ചെയ്ത്. നമ്മൾ അണയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്, അമ്മയെ തറയിൽ കിടന്ന് ഉരുളൊക്കെ ചെയ്യുന്നുണ്ട് അണയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങേര് വന്ന് രണ്ടാമത് പ്ലാസ്റ്റിക് ഒക്കെ വാരിയിട്ട്. സന്തോഷം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ അമ്മേനെ കൊന്നതല്ലേ, സന്തോഷമേ ഉള്ളൂ. സ്വന്തം ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സുനിൽകുമാറിന് കോടതി ജീവപര്യന്ത ശിക്ഷ വിധിച്ചു. അത് മൃഗീയമായിട്ടാണ് കൊന്നത്. കുട്ടികൾ നോക്കി നിൽക്കുക, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ നോക്കി നിൽക്കുകയാണ് ഇവൻ ആ പണി കാണിച്ചത്. എന്തായാലും സ്മിത ഒരു കാര്യം തീരുമാനിച്ചു, തനിക്ക് എന്തായാലും ജീവൻ തിരിച്ചു കിട്ടത്തില്ല, ഭർത്താവെങ്കിലും രക്ഷപ്പെടട്ടെ, കുഞ്ഞുങ്ങളെ അയാൾ എങ്ങനെ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവർ പറഞ്ഞു ഭർത്താവല്ല ചെയ്തത്, ഞാൻ തന്നെയാണ് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അവിടെ കൊണ്ടും തീർന്നില്ല, അയാൾ രക്ഷപ്പെടാൻ സമ്മതിച്ചില്ല. ആര്? ഈ കുട്ടികൾ പറയുകയാണ്, എൻ്റെ അമ്മയെ കൊന്നത് അച്ഛൻ തന്നെയാണ്. എങ്ങനെ? പെട്രോൾ ഒഴിച്ചാണ്. കേസിനാകപ്പാടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്, അയാൾക്ക് കോടതി യാതൊരു സംശയമില്ലാതെ ജീവപര്യന്ത ശിക്ഷ വിധിച്ചു. പക്ഷേ ഈ നിമിഷം പോലും അറിയത്തില്ല കുട്ടികൾ എന്താണ് ചെയ്തത്. അവരുടെ അച്ഛൻ ഇപ്പോൾ ജയിലിലാണ് കിടക്കുന്നത്, അതും ജീവപര്യന്ത ശിക്ഷ കിട്ടി എന്നുള്ള കാര്യമൊന്നും കുട്ടികൾക്ക് അറിയത്തില്ല. എന്തായാലും ആ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ കുട്ടികളെ തേടി പോകുന്നത്. 2 കുട്ടികളാണ്, ഒന്ന് +1 പഠിക്കുന്ന കുട്ടി, പിന്നെ 10ാം ക്ലാസ് കുട്ടി. അങ്ങനെ 2 പെൺമക്കളുടെ ജീവിതം പെരുവഴിയിലാണ്, അച്ഛനും ഇല്ല അമ്മയും ഇല്ല. ഇനി അവരുടെ തുടർ ജീവിതം എങ്ങനെയായിരിക്കും? അവർ പറഞ്ഞ മൊഴി അച്ഛനകത്താക്കിയിരിക്കുകയാണ്, അതിൽ പശ്ചാത്താപമുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയാണ് ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നത്. ഇനി ബാക്കിയെല്ലാം നമുക്ക് അവിടെ കാണാം. ബാ. ഈ ഒരു സംഭവം നമ്മൾ കണ്ടായിരുന്നോ? ഭാര്യയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് ജീവപര്യന്തം. അത് നിങ്ങളുടെ അച്ഛനെ പറ്റിയുള്ള സംഭവം അറിഞ്ഞായിരുന്നോ? അറിഞ്ഞിട്ടില്ല? ശിക്ഷ കിട്ടിയ കാര്യം അറിഞ്ഞായിരുന്നോ? അറിഞ്ഞിട്ടില്ല? മോൾ അറിഞ്ഞിട്ടില്ല? അച്ഛന് ജീവപര്യന്തം ശിക്ഷ കിട്ടിയ കാര്യം അറിഞ്ഞിട്ടില്ല? ഒന്ന് വായിച്ചേ, മോളൊന്ന് വായിച്ചേ. ഭാര്യയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് ജീവപര്യന്തം. കൊല്ലം മകളുടെ മുന്നിൽ വെച്ച് ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ യുവാവിന് ജീവപര്യന്തം, കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും. പിഴ ഒടുക്കിയില്ലെങ്കിൽ 6 മാസം കൂടി തടവ് അനുവദിക്കണം. ഞാൻ ചോദിക്കട്ടെ, ആരുടെ മുമ്പിൽ വെച്ചാണ് അമ്മയെ കൊന്നത്? ഈ മോളെന്ന് പറയുന്നത് ആരാ? ആരുടെ മുമ്പിൽ വെച്ചാണ് അച്ഛനങ്ങ് ചെയ്യുന്നത്? എന്റെ അനിയത്തിയുടെ മുമ്പിൽ വെച്ചാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നിങ്ങളുടെ ഒരു മൊഴിയാണ് കേസിനാകപ്പാടെ ഒരു ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അപ്പൊ ഒന്ന് എത്ര വയസ്സുണ്ടായിരുന്നു മോക്ക്? എനിക്ക് 16 വയസ്സുണ്ട്. മോക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 11 വയസ്സുള്ള ഈ പിഞ്ചു മക്കളുടെ മുമ്പിൽ വെച്ചാണ് അച്ഛൻ ആ ഒരു പാവം അമ്മയെ കൊന്നു കളഞ്ഞത് അല്ലേ? പക്ഷേ അമ്മ അന്നോട് തള്ളി പറഞ്ഞില്ല അല്ലേ? എന്താ അമ്മ അച്ഛനാണ് ചെയ്തെന്ന് പറയാത്ത എന്തായിരുന്നു? നമ്മളെ നോക്കൂന്ന് കരുതി. ആന്നല്ലേ? അത് ഉറപ്പായിരുന്നോ? എന്നിട്ട് നോക്കിയോ? ഇല്ല. അമ്മ ഈ പറയുന്ന മരണമൊഴിയായിട്ട് ഒന്നും പറഞ്ഞില്ല. അമ്മ പിന്നെ എന്തോ പറഞ്ഞത്? അമ്മ സ്വന്തമായിട്ട് തീ കൊളുത്തി കൊന്നു. അപ്പൊ നിങ്ങൾ വിശ്വസിച്ചായിരുന്നോ? ഇല്ല. നിങ്ങൾ കണ്ടോണ്ടിരിക്കുവായിരുന്നു? നമ്മൾ കണ്ടായിരുന്നു. അതൊന്ന് പറഞ്ഞേ, നമ്മൾ ആ ദിവസം സംഭവം ഒന്ന് പറഞ്ഞേ. നമ്മള് ഇങ്ങനെ അമ്മ വഴക്കുണ്ടായി. അപ്പോഴത്തേക്ക് നമ്മളാണെങ്കിൽ വഴക്ക് നടക്കുന്ന സമയത്ത് അമ്മയില് പോയി, അമ്മാമ്മയുടെ വീട്ടില്. സ്ഥിരം വഴക്കുള്ളതാണോ? സ്ഥിരം വഴക്കുള്ളതായിരുന്നു. എന്ത് പറഞ്ഞ വഴക്കുണ്ടാവുന്നേ? അമ്മേനെ സംശയമായിരുന്നു. സംശയരോഗിയാ അച്ഛൻ? സംശയമായിരുന്നു. അങ്ങനെ ദിവസം വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷെ രാവിലെ ആകുമ്പോ അത് മാറും. പക്ഷെ അന്ന് നമ്മൾ അമ്മാമ്മയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് അച്ഛൻ ഇങ്ങനെ വിളിച്ച് വരാൻ പറഞ്ഞിറങ്ങി. അന്ന് അമ്മ, നമ്മൾ സ്കൂളിൽ പോയിട്ട് വന്ന് അമ്മാമ്മയുടെ വീട്ടിൽ പോയതേ ഉള്ളു. അമ്മ ഇവിടെ ചിതറ ബാങ്കിലും പോയിരുന്നു ലോൺ അടയ്ക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ അമ്മാമ്മയുടെ വീട്ടിൽ വന്ന് അപ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ചിങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞ് താഴെ കാത്തിരിക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങിപ്പോയപ്പോ അവിടെ വെച്ച് തുടങ്ങി, നീ ആരുടെയാണ് രാത്രി കിടന്നേന്നൊക്കെ ചോദിച്ചു. നമ്മൾ കൂടെ ഉണ്ടായിരുന്നു, നമ്മളും കൂടെ പോയി. അങ്ങനെ ആരെ കൂടെയാണ് കിടന്നേന്നൊക്കെ ചോദിച്ച് അമ്മേനെ റോട്ടിട്ടെന്ന് ചോദിച്ച്. അപ്പൊ അമ്മ പറഞ്ഞു ആൾക്കാര് കേൾക്കും, മിണ്ടാവാന്ന് പറഞ്ഞു. എന്നിട്ടും കേട്ടില്ല. പിന്നെ അതേപോലെ പറഞ്ഞു നമ്മൾ രണ്ടും അത് കേൾക്കണ്ടെന്നായിരുന്നു മുമ്പേ പോയി വീട്ടിൽ പോയി കതവൊക്കെ തുറന്ന് അവിടെ ഇരുന്നപ്പം വീട്ടിൽ വന്ന് അവിടെയും വഴക്കുണ്ടായി. നീ സത്യം പറയാ, ആരെ കൂടെയാണ് നീ രാത്രി കിടക്കുന്നേ എന്നൊക്കെ ചോദിച്ച് കുറേ പറഞ്ഞു അമ്മേനെ. അമ്മ പറഞ്ഞു ഞാൻ അങ്ങനെ ആരുടെയും കിടക്കാനില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു. എന്നിട്ട് അത് പിന്നെ വഴക്ക് കുറച്ചു നേരം നിന്ന്. അങ്ങനെ ഇനി വഴക്കുണ്ടാവണ്ടെന്ന് കരുതി ഞാൻ അനിയത്തി അമ്മേനെ വിളിച്ച് അമ്മാമ്മയുടെ വീട്ടിൽ പോകാനായിട്ട് പോയി. എന്നിട്ട് അമ്മ കേട്ടില്ല. അമ്മച്ചി തിരിച്ചു വന്ന് ഒന്ന് വെച്ചാൽ ഭർത്താവ് ഒറ്റയ്ക്കല്ലേ ഉള്ളെന്നും പറഞ്ഞ് അമ്മ അമ്മക്ക് ഇഷ്ടമായിരുന്നു അച്ഛനെ. അച്ഛനാണ് സംശയരോഗം. അങ്ങനെ അമ്മച്ചി വന്ന്
അന്ന് അടുക്കളന്റെ വാതിലൊക്കെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പം രണ്ടാമതും വന്ന് വഴക്കൂടി കുറെ നേരം വഴക്കുണ്ടാക്കിയിട്ട് അമ്മ അടുക്കളയുടെ വാതിലിരിക്കുന്നു. അപ്പം മുടിക്ക് കുത്തിപ്പിടിച്ച് അകത്ത് വലിച്ചു കയറ്റിയിട്ട് കാർക്കിച്ച് മുഖത്തൊക്കെ തുപ്പയും ചവിട്ടുകയൊക്കെ ചെയ്ത്, എന്നിട്ട് മണ്ണെണ്ണ എടുത്ത് ഒഴിച്ച് അപ്പോഴത്തേക്ക് അമ്മ ഇറങ്ങിപ്പോയി അവിടെ ബാത്റൂമിന്റെ സൈഡിൽ നിൽക്കായിരുന്നു. ഞാൻ കൂടെ ഇറങ്ങി വന്ന് കത്തിച്ച്. അച്ഛൻ കത്തിക്കുന്ന കാണുന്നുണ്ടോ? നമ്മള് തീപ്പെട്ടിയല്ല, ലൈറ്റർ വെച്ചാ കത്തിച്ചത്. നിങ്ങളൊന്നും തടയാനൊന്നും ശ്രമിച്ചില്ലേ? നമ്മൾ തടയണമെങ്കിൽ എനിക്ക് ഒരു പ്രാവശ്യം കേട്ട് അമ്മേനെ അടിക്കല് എന്നൊക്കെ പറഞ്ഞതിന് എന്നെ ചീത്ത വിളിച്ച്. എന്നിട്ട് പറഞ്ഞ് നീ ഇനി ഇതൊക്കെ കണ്ടുപഠിക്കണ്ട, കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറഞ്ഞു. എന്നെ കുറെ ചീത്തയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് കേസ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും കേൾക്കാതെ ഇനി നിൽക്കുകയാണെങ്കിൽ എനിക്ക് അടി കിട്ടുമെന്നറിയാം, അതുകൊണ്ട് ഞാൻ മാറിപ്പോയി. ഇവള് എന്നിട്ട് അമ്മ തീ കത്തുന്ന കണ്ടുകൊണ്ട് ഞാൻ ഓടി വന്ന് ഇവള് വെള്ളമൊക്കെ കോരി വീഴ്ത്തി. ഞാൻ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി. അപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം വന്ന് ഇവള് തീ അണയ്ക്കുന്ന കണ്ടുകൊണ്ട് പുറത്തൂടെ പ്ലാസ്റ്റിക് വാരി ഇട്ട് അമ്മച്ചിര. ഇവളല്ല, അച്ഛൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അണയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്, അമ്മയെ തറയിൽ കിടന്ന് ഉരുളൊക്കെ ചെയ്യുന്നുണ്ട് അണയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങേര് വന്ന് രണ്ടാമത് പ്ലാസ്റ്റിക് ഒക്കെ വാരിയിട്ട്. നാട്ടുകാര് പിന്നെ ഓടി വന്ന് അമ്മേനെ അകത്ത് കയറ്റിയിരുത്തി. എന്നിട്ട് അമ്മയ്ക്ക് നല്ല തടിയുണ്ട്, അമ്മയ്ക്ക് ആംബുലൻസ് വന്നിട്ട് അമ്മയ്ക്ക് എടുത്തോണ്ട് പോകാൻ പറ്റൂല അമ്മേനെ. അതുകൊണ്ട് അമ്മ തന്നെ നടന്നു പോയാണ് ആംബുലൻസ് കയറിയത്. അമ്മ നമ്മളടുത്ത് സംസാരിച്ചില്ല. ആശുപത്രി പോയിട്ട് നമ്മളടുത്ത് സംസാരിച്ചില്ല, നമ്മളെ കാണണമെന്നൊന്നും പറഞ്ഞില്ല. ഇത്രയും വികൃതമായി കഴിഞ്ഞല്ലേ ശരീരമൊക്കെ അല്ലേ? പിന്നെ അതിനുശേഷം ഈ അമ്മ ആശുപത്രി വെച്ച് പോലീസിനോട് പറഞ്ഞു എന്റെ ഭർത്താവ് അല്ല കൊന്നെന്ന് പറയുന്ന കാര്യം നിങ്ങൾ അറിയുന്നുണ്ടോ? പോലീസുകാർ വന്നപ്പോ പറഞ്ഞു അമ്മ തന്നെ ചെയ്തതാണ് അല്ലേ? ആ പോലീസുകാര് നമ്മളെ സൈഡ് തന്നെ ഇരുന്ന്. നീ നടന്ന കാര്യം എന്താ പറയാൻ പറഞ്ഞല്ലേ? അപ്പൊ മോക്ക് ഇതില്ലേ, അമ്മ പോയി അച്ഛനെ സംരക്ഷിക്കണം, ആ ഒരു പേടിയില്ലാതെ എന്തുകൊണ്ട് അച്ഛനെ തള്ളി പറഞ്ഞ എന്തുകൊണ്ടാ? അത് എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. നമ്മള് വാടക വീട്ടിൽ കിടക്കുമ്പോൾ തന്നെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അമ്മ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാം അമ്മ വേണ്ടമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ യഥാർത്ഥം ഇപ്പൊ നിങ്ങളുടെ മോളുടെ ഒറ്റ മൊഴി കൊണ്ടാണ് ഇപ്പൊ അച്ഛൻ ജയിൽവാസം കിട്ടിയത്. അതിപ്പോ സന്തോഷമാണോ ദുഃഖമാണോ? എന്താ സന്തോഷം. എനിക്ക് സന്തോഷമേ ഉള്ളു. എന്റെ അമ്മേനെ കൊന്നതല്ലേ, സന്തോഷമേ ഉള്ളു. അതിപ്പോഴും അറിഞ്ഞിട്ടില്ലല്ലോ അച്ഛൻ എന്താ സംഭവിച്ചതെന്ന്. ഞങ്ങൾ വരുമ്പോഴാണ് അറിയുന്നത് ആണല്ലേ? അപ്പൊ അതിൽ സന്തോഷമാണെന്നാണ് പറയുന്നത്. കുഞ്ഞുമോക്കോ? മോക്കും നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ഇപ്പം? അമ്മയുണ്ടെ അമ്മ പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നോ അല്ലേ? ഇങ്ങനെ വല്ല അനാഥാലയത്തിലോ അല്ലെങ്കിൽ ആശ്രമത്തിലോ പോയി കിടക്കേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ? പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നു അല്ലേ? ഇപ്പൊ എവിടെ നിങ്ങൾ ജീവിക്കുന്നത്? ഇപ്പൊ എവിടെ പോകുന്നത്? നമ്മള് കൊട്ടിയ ഹോമിലാണ് നിൽക്കുന്നത്. ഇതിന് പരീക്ഷ നമ്മള് വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ അവിടെ കൊണ്ടുപോകും. കഷ്ടം. ഇതാണെന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടം നിറഞ്ഞൊരു കാഴ്ചയാണ്. നമ്മുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. ആ കുഞ്ഞുങ്ങൾക്ക് അമ്മ നഷ്ടപ്പെട്ട് ഇപ്പോൾ വല്ല ആശ്രമത്തിലും കഴിഞ്ഞ് അവരുടെ ഒരു കാരുണ്യത്തിലാണ് കുഞ്ഞുങ്ങൾ കഴിയുന്നത്. ഒന്നും ഇട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു പിള്ളേരാണ്. ജീവിച്ചിരിക്കുന്ന അച്ഛനോ അമ്മയോ ചിന്തിക്കാത്തൊരു വലിയ കാര്യമാണ് ഇത്. കാരണം കുഞ്ഞിൻ്റെ കണ്ണീര് കണ്ടില്ലേ? അപ്പം യഥാർത്ഥത്തിൽ അച്ഛൻ അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടിയെന്നാണ് പറയുന്നത് അല്ലേ? ഒരിക്കൽ പോലും മോള് പിന്നെ ഇടയ്ക്ക് അച്ഛനെ കണ്ടായിരുന്നോ? അന്ന് നമ്മള് കോടതി പോയപ്പോ മാത്രമേ കണ്ടുള്ളൂ, പിന്നെ കണ്ടില്ല. അച്ഛൻ മോള് നിങ്ങളോട് സംസാരിച്ചായിരുന്നോ? ഇല്ല, നമ്മളൊരുമാതിരി ദേഷ്യപ്പെട്ടൊക്കെ നോക്കിയത് കോടതി പോയപ്പോഴും. ഒന്നും സംസാരിച്ചാ എന്തിനാ ചെയ്തെന്ന് ഒന്നും ചോദിച്ചില്ല മോൾ? ഒന്നും ചോദിച്ചിട്ടില്ല? അച്ഛനെ കാണുകയോ വേണ്ട? വേണ്ട. നിങ്ങൾക്ക് ഇനി എന്ന് പറഞ്ഞാൽ എത്ര നാൾ ഇങ്ങനെ വല്ലവരുടെ കാരുണ്യത്തിൽ നിൽക്കാൻ പറ്റും? ഒരു സംരക്ഷണം വേണ്ടേ? അച്ഛൻ തിരിച്ചു വന്ന് സ്വീകരിക്കത്തുമില്ല. ഇല്ല. ഇത്രയും പേടിപ്പെടുന്ന ഓർമ്മയല്ലേ? അതിനുശേഷം എങ്ങനെ ജീവിച്ച? അമ്മ ഇല്ലാതെയുള്ള ജീവിതം എങ്ങനെയായിരുന്നു? അമ്മാമ്മ എന്നെ നോക്കിയത്. അമ്മാമ്മയ്ക്കും പറ്റാതായപ്പോഴാ നമ്മളെ അവിടുത്തെ മെമ്പർ വന്ന് നമ്മളെ ഇവിടെ CWCയില് ഇതിന്റെ ഒരു ഹോമിലാക്കി. അവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടോ? എന്താ പറയുന്നത്? ഇപ്പൊ ബന്ധു വീട്ടിൽ വന്ന് നിൽക്കും അല്ലേ? ഈ വീട്ടിലെ ആളെന്തിയെ? മോളുടെ അമ്മയുടെ അനിയത്തിയാണുള്ളത്. അമ്മയുടെ അനിയത്തി ഉണ്ടെന്ന് വിളിച്ചത് നോട്ടെ, ഒന്ന് വന്നേ ചോദിക്കട്ടെ. ഇതാണ് അമ്മയുടെ അനിയത്തി അല്ലേ? ഇവരുടെ ഒരു സംരക്ഷണത്തിലാണ് ഇവർ കഴിയുന്നത്. വളരെ
സങ്കടമുള്ള കാര്യം കയറി ചേർന്ന് നിൽക്കും ചോദിക്കട്ടെ. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു കണ്ണീരിലായിരുന്ന ഒരു സംഭവമാണ്. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പൊന്നുപോലെ നോക്കിയാനല്ലേ? അത്രയ്ക്കും ഉപദ്രവിക്കുമായിരുന്നോ? ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ചേച്ചി അവരോട് പോയപ്പോഴേ ഒരു വാടക വീട്ടിലായിരുന്നു. പിന്നെ ഇങ്ങനെ ആയതിനു ശേഷം ഞങ്ങളെല്ലാം അറിയുന്നത് ഇത്തരം ഒരു ഉപദ്രവമാണെന്ന് അല്ലേ? ഈ സംശയരോഗം കൊണ്ട് അയാൾ കാണിച്ച ആ ഒരു കാടത്തര, അതൊരു ഉപദ്രവം ഇവരുടെ ജീവിതം പെരുവഴിയിലാക്കി അല്ലേ? അതെ, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിള്ളേർ മരിച്ചതിന് ശേഷം പിള്ളേർ പറഞ്ഞാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിച്ചാലും പറയത്തില്ലായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് നോക്കുന്നൊരു പരിധി ഉണ്ടല്ലേ? എത്രയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ചിലവ് കഴിയണം, ജീവിതം കഴിയണം. പക്ഷെ ഇവരുടെ കാര്യം ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഇപ്പം ഹോമിൽ തന്നെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഹോമിലാക്കും. പിന്നെ ലീവിന് അതിനൊന്ന് പോയി കൊണ്ടുവരും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഭാര്യ ചേച്ചിയുടെ ഭർത്താവിന് ജയിൽ ശിക്ഷ കിട്ടിയിരിക്കുകയാണ്. അതെന്തോ പറയാനുള്ളത്? നമ്മൾ സന്തോഷമില്ല. സന്തോഷമുള്ള ചേച്ചി എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ കൊച്ചുങ്ങളുടെ കാര്യം ഇങ്ങനെ ആവത്തില്ലായിരുന്നു. എല്ലാവർക്കും സങ്കടമുള്ള കാര്യമാണ്. കാര്യം അത് ഇവർ ഓർക്കാൻ ആഗ്രഹിക്കുന്നതാണ് ചുരുക്കം പറയാൻ. എന്തായാലും ഇങ്ങനെയുള്ള ഒരു ജീവിതം കാരണം ഒരാൾക്ക് ഉണ്ടാവില്ലെന്ന് എനിക്ക് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ ഒക്കത്തുള്ളൂ. ആ കൊച്ചുകൊണ്ട് ഒരു കുട്ടിത്തം പോലും മാറാത്ത കുഞ്ഞു മോള്, അവൾക്ക് സങ്കടമുണ്ട്. മൂത്തവളാണെങ്കിൽ കരച്ചിലോട് കരച്ചിലാണ്. എന്നും അടിയും വഴക്കുവാ. എന്ന് വെച്ചാൽ കാരണവും ഇല്ലാതെയൊക്കെ നമ്മളെ തല്ലുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അമ്മ ഞങ്ങളെ എന്തൊരു ചെയ്താലും അമ്മാമ്മയുടെ താഴത്തും പറയാൻ സമ്മതിക്കത്തില്ലായിരുന്നു. നമ്മളെ അടിച്ചിടിച്ചൊന്നും പറയാൻ സമ്മതിക്കത്തില്ലായിരുന്നു. എന്തായാലും അമ്മയ്ക്ക് അമ്മയുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ? ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഒരുപക്ഷെ അമ്മയ്ക്ക് ഒരു സന്തോഷമായി കാണുമായിരിക്കും അല്ലേ? അല്ലേ? ഇനി കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് പോകും അല്ലേ? അപ്പോൾ വിഷമമൊന്നും ഇല്ല? കുറച്ച് അവിടുത്തെ കുട്ടികളൊക്കെ കുറെ സഹകരിക്കുന്നുണ്ടല്ലേ? കുറച്ച് വിഷമം മാറുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ആ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, ഒരുപക്ഷെ അച്ഛന് ആർക്കെങ്കിലും ശിക്ഷ മേടിച്ചു കൊടുത്തു എന്നുള്ള ഒരു സന്തോഷം മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ നാളെ എന്താവും, അവരുടെ ജീവിതം എന്താവും എന്നുള്ള കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. എന്തായാലും മുകളിൽ മനുഷ്യരെല്ലാം കാണുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കൊരു ഭാവി ഉണ്ടാവട്ടെ, അവർക്കൊരു സന്തോഷം നിറഞ്ഞ ജീവിതം ആശംസിച്ചുകൊണ്ട് ഈ ദുഃഖം നിറഞ്ഞ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി വരുന്നു. ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും